ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേറ്റിൻ്റെ കാറ്റഗറി 2ൻ്റെ സോഷ്യൽ സയൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 2022 നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്ന് നടക്കുന്നത്. സോഷ്യൽ സയൻസ് ആണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. കാറ്റഗറി 2 പാർട്ട് 1 സോഷ്യൽ സയൻസ്. സോ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് ആരാണ്? ഹു ഓതേർഡ് ദ ഫേമസ് ബുക്ക് പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ? ഓപ്ഷൻ എ എം.എൻ. റോയ്, ഓപ്ഷൻ ബി എം വിശ്വേശ്വരയ്യ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി ദാദാഭായ് നെഹ്റുജി. ഇതിൻ്റെ ആൻസർ എന്താണ്? ബി ആണ്, വിശ്വേശ്വരയ്യ ആയിരുന്നു പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന ബുക്ക് രചിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു ധാരനില ഭൂപടത്തിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്ത്? യെല്ലോ കളർ ഇൻ ടോപ്പ് ഷീറ്റ് റെപ്രസെൻറ്റ്സ് ഓപ്ഷൻ എ ഫോറസ്റ്റ്, ഓപ്ഷൻ ബി കൾട്ടിവേറ്റഡ് ലാൻഡ്, ഓപ്ഷൻ സി ഓപ്പൺ സ്ക്രബ്, ഓപ്ഷൻ ഡി വാട്ടർ ബോഡി. എന്താണ് ആൻസർ? എന്താണ്? ഓപ്ഷൻ ബി ആണ്, കൾട്ടിവേറ്റഡ് ലാൻഡാണ് ആൻസർ. ഓപ്ഷൻ എ ഫോറസ്റ്റ് ആണ് വരുന്നത്. ഫോറസ്റ്റിൻ്റെ കളർ എന്താണ്? ടോപ്പ് ഷീറ്റിൽ വരുന്നത് ഗ്രീൻ കളറാണ്. ഓപ്ഷൻ സി എന്താണ്? ഓപ്പൺ സ്ക്രബാണ്, അത് വൈറ്റ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ എന്താണ്? വാട്ടർ ബോഡി. വാട്ടർ ബോഡി കളർ എന്താണ്? ബ്ലൂ ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി കൾട്ടിവേറ്റഡ് ലാൻഡ് ആണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരളത്തിലെ പരമ്പരാഗത വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തതെന്ത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ട്രഡീഷണൽ ഇൻഡസ്ട്രി ഇൻ കേരള? ഓപ്ഷൻ എ എന്താണ്? ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി, ഓപ്ഷൻ ബി ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, ഓപ്ഷൻ സി സിമൻറ്റ് ഇൻഡസ്ട്രി, ഓപ്ഷൻ ഡി കോർ ഇൻഡസ്ട്രി. എന്താണ് അതിൽ പെടാത്തത്? ഓപ്ഷൻ സി ആണ്, സിമൻറ്റ് ഇൻഡസ്ട്രി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കുണ്ടറ വിളംബരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ത്? കുണ്ടറ പ്രൊക്ലമേഷൻ ഈസ് റിലേറ്റഡ് ടു. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. സോ കുണ്ടറ പ്രൊക്ലമേഷൻ ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ എ പാലിയത്തച്ഛൻ, ഓപ്ഷൻ ബി പഴശ്ശിരാജ, ഓപ്ഷൻ സി സ്വാതി തിരുനാൾ, ഓപ്ഷൻ ഡി എന്താണ്? വേലുത്തമ്പി. ആൻസർ എന്താണ്? കുണ്ടറ പ്രൊക്ലമേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ആരാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? വേലുത്തമ്പി തളവയാണ്. ഓക്കെ, ആൻഡ് ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്? സെക്കൻഡ് 5-year പ്ലാൻ ഗേവ് എംഫസൈസ് ടു. ഓപ്ഷൻ എ എന്താണ്? അഗ്രികൾച്ചർ സെക്ടർ, ഓപ്ഷൻ ബി ഇൻഡസ്ട്രിയൽ സെക്ടർ, ഓപ്ഷൻ സി സർവീസ് സെക്ടർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓപ്ഷൻ എ അഗ്രികൾച്ചർ സെക്ടർ എന്താണ്? ഫസ്റ്റ് 5-year പ്ലാനിലാണ് അഗ്രികൾച്ചർ സെക്ടർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. സെക്കൻഡ് 5-year പ്ലാൻസ് ഡിനോട്ടഡ് ടു ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. ഓക്കെ, സർവീസ് സെക്ടർ എന്തിനാണ്? തേർഡ് 5-year പ്ലാനിലാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹു ഫൗണ്ടഡ് ദ ബ്രഹ്മസമാജ്? ബ്രഹ്മസമാജ് സ്ഥാപിച്ചത് ആര്? ഹു ഫൗണ്ടഡ് ദ ബ്രഹ്മസമാജ്? ഓപ്ഷൻ എ എന്താണ്? പണ്ഡിറ്റ് രാമാബായ്, ഓപ്ഷൻ ബി ജ്യോതി പുലെ, ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ, ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. ആരായിരുന്നു ബ്രഹ്മസമാജ് ഫൗണ്ടഡ് ചെയ്തത്? ആരായിരുന്നു? രാജാറാം മോഹൻ റോയ് ആയിരുന്നു. ഓക്കെ, പണ്ഡിറ്റ് രാമാബായ് എന്തിൻ്റെതായിരുന്നു? ആര്യ മഹിളാ സമാജ് ആയിരുന്നു. ഓക്കെ, ഫൗണ്ടഡ് ബൈ ആര്യ മഹിളാ സമാജ്. ബി ജ്യോതി പുലെ എന്തായിരുന്നു? സത്യ അശോക് സമാജ് ആയിരുന്നു. ഓക്കെ, ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ ഇതുമായിട്ട് ഒന്നിനും റിലേറ്റഡ് അല്ല, ബട്ട് എന്തായിരുന്നു? ഹി ഈസ് ദ ഫാദർ ഓഫ് റിനൈൻസ് മൂവ്മെൻറ്റ് ഇൻ തെലുങ്കു ആയിരുന്നു വിശ്വേശ്വരയ്യ. അപ്പോൾ ബ്രഹ്മസമാജിൻ്റെ ഫൗണ്ടഡ് ആരായിരുന്നു? രാജാറാം മോഹൻ റോയ് ആയിരുന്നു. ഓക്കെ, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത്യമുള്ള സംസ്ഥാനം ഏതാണ്? വിച്ച് ഈസ് ദ ഹയസ്റ്റ് ഡെൻസിറ്റി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് പെർ ദ 21 സെൻസസ്? ആക്ച്വലി ഇതിൻ്റെ ആൻസർ കറക്റ്റ് ബീഹാറാണ്. ഓക്കെ, ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി, വെസ്റ്റ് ബംഗാൾ. ഇത് നാലും തന്നെ അല്ല. ഇത് 2022 ക്യാൻസൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ബിക്കോസ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്തായിരുന്നു? ബീഹാറാണ്. 2011 ഏറ്റവും കൂടുതൽ എന്തുണ്ടായിരുന്നത്? ജനസാന്ദ്രത്യമുള്ള കൂടുതൽ സംസ്ഥാനം എന്ന് പറയുന്നത് എന്തായിരുന്നു? ബീഹാറായിരുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായി പോവുകയായിരുന്നു ചെയ്തത്. ഓക്കെ, ആണോ? ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഭൗമസ്ഥാപനഗ്രഹമല്ലാത്തത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാനറ്റ്സ് ഈസ് നോട്ട് എ റെസിഡൻഷ്യൽ പ്ലാനറ്റ്സ്? എന്തായിരുന്നു? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മാസ്, ഓപ്ഷൻ ബി മെർക്കുറി, ഓപ്ഷൻ സി വീനസ്, ഓപ്ഷൻ ഡി എന്താണ്? ജൂപ്പിറ്റർ ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, മെർക്കുറി ആണ്. ഓക്കെ,
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഭൂമിയുടെ ഏറ്റവും ചൂടുള്ള താപനില മേഖല, ദ ഹോട്ടസ്റ്റ് ടെമ്പറേച്ചർ സോൺ ഓഫ് ദ എർത്ത് എന്താണ്? ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എ ഫ്രിഡ്ജിഡ് സോൺ, ഓപ്ഷൻ ബി ടെമ്പറേച്ചർ സോൺ, ഓപ്ഷൻ ബി ടോർബിഡ് സോൺ, ഓപ്ഷൻ സി സബ് ടോപ്പോഗ്രാഫിക്കൽ സോൺ. എന്താണ് ഫ്രിഡ്ജിഡ് സോൺ? ഫ്രിഡ്ജിഡ് സോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ആർട്ടിക് സർക്കിളിൻ്റെയും അന്റാർട്ടിക് സർക്കിളിൻ്റെയും ഇടയ്ക്കുള്ളതാണ് നമ്മളെന്തെന്ന് പറയുന്നത് ഫ്രിഡ്ജിഡ് സോൺ എന്ന് പറയുന്നത്. ഫ്രിഡ്ജിഡ് സോൺ എന്ന് പറയുമ്പോൾ എന്ത് തന്നെയായിരിക്കും? കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളായിരിക്കും നമ്മൾക്ക് ആ ഒരു ടെമ്പറേച്ചർ, ആ ഒരു കാലാവസ്ഥയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രിഡ്ജിഡ് സോൺ എന്ന് വിളിക്കുന്നത്. ഇനി ടെമ്പറേച്ചർ സോൺ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം 65 ഡിഗ്രി എബോവ്, 65 ഡിഗ്രി എബോവ്. ആൻഡ് ഓപ്ഷൻ സി എന്താണ്? ടോർബിഡ് സോൺ ആണ് കറക്റ്റ് ആൻസർ. ഏറ്റവും കൂടുതൽ ഹോട്ടസ്റ്റ് ടെമ്പറേച്ചർ സോൺ നമ്മൾ പറയുന്നത് എന്തിനാണ്? ടോർബിഡ് സോണിനാണ്. ഓക്കെ, ഇനി ഓപ്ഷൻ ഡി കൊണ്ട് നോക്കാം. സബ് ടോപ്പോഗ്രാഫിക്കൽ സോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ബിറ്റ്വീൻ ടോപ്പിക് ക്യാൻസർ ആൻഡ് ടോപ്പോഗ്രാഫിക് കാപ്രിയോണിൻ്റെ ഇടയ്ക്ക്, രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു കാലഘട്ടത്തിനെയാണ്, ഒരു ടെമ്പറേച്ചർ സോണിനെയാണ് എന്തെന്ന് പറയുന്നത്? സബ് ടോപ്പോഗ്രാഫിക്കൽ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ മിഡിലസ്റ്റ് ടെമ്പറേച്ചറും ചോദിച്ചെങ്കിൽ നമുക്ക് എന്ത് എഴുതാമായിരുന്നു? സബ് ടോപ്പോഗ്രാഫിക്കൽ സോൺ എന്ന് എഴുതാമായിരുന്നു. സോ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ഹോട്ടസ്റ്റ് ടെമ്പറേച്ചർ സോൺ ഓഫ് ദ എർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്, ടോർബിഡ് സോൺ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും വലിയ ആകാംക്ഷ മേഖല എന്താണ്? ദ ലാർജസ്റ്റ് ലാറ്റിറ്റ്യൂഡ് എന്താണ്? ദ ഓപ്ഷൻ എ ദ ഇക്വേറ്റർ, ഓപ്ഷൻ ബി ടോപ്പോഗ്രഫി ഓഫ് ക്യാൻസർ, ഓപ്ഷൻ സി ടോപ്പോഗ്രഫി ഓഫ് കാപ്രിയോൺ, ഓപ്ഷൻ ഡി ദ ആർട്ടിക് സർക്കിൾ. എന്തായാലും ഈ 3 ബി സി ഡി അല്ല, ബിക്കോസ് അത് 3 ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സോ ഓപ്ഷൻ എ ആണ് എന്തെന്ന് പറയുന്നത്? ദ ഇക്വേറ്റർ ആണ് ദ ലാർജസ്റ്റ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗ്രേറ്റ് ബാത്ത് ഈസ് സിറ്റുവേറ്റഡ് എവിടെയാണ്? ലോഥൽ, മോഹൻജുദാരോ, ഹാരപ്പ, പവാലി. എവിടെയായിരുന്നു? മോഹൻജുദാരോയിലാണ് എന്ത് സിറ്റുവേറ്റഡ് ചെയ്യുന്നത്? ഗ്രേറ്റ് ബാത്ത് സിറ്റുവേറ്റഡ് ചെയ്യുന്നത്. ഓപ്ഷൻ നമുക്ക് എപ്പോഴും മാറിപ്പോകുന്നൊരു ക്വസ്റ്റ്യനാണ്. ഗ്രേറ്റ് ബാത്ത് ഈസ് സിറ്റുവേറ്റഡ് എവിടെയാണ്? മിക്കവരും എന്താണ് ചെയ്യുന്നത്? ഹാരപ്പയാണ് എഴുതുന്നത്. പക്ഷേ മോഹൻജുദാരോയിലാണ് മോഹൻജുദാരോയിലാണ് ദ ഗ്രേറ്റ് ബാത്ത് സിറ്റുവേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ഓപ്ഷൻ നോക്കി ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എല്ലാ കാലാവസ്ഥ പ്രതിഭാസങ്ങളും സംഭവിക്കുന്ന അന്തരീക്ഷ പാളി, ദ അറ്റ്മോസ്ഫിയർ ലെയർ ഇൻ വിച്ച് ഓൾ ക്ലൈമറ്റ് ഫിനോമിന ഒക്കർ. ടോപ്പോസ്ഫിയർ, ടാറോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. Obviously troposphere ആണ് ആൻസർ. ദ അറ്റ്മോസ്ഫിയർ ലെയർ ഇസ് ഓൾ ക്ലൈമറ്റ് ഫിനോമിന ഈസ് ഒക്കർ അറ്റ് ടോപ്പോസ്ഫിയറിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 15 ഡിഗ്രി തിരിയുന്ന ഭൂമിക്ക് ആവശ്യമുള്ള സമയം. ടു ടേൺ 15 ഡിഗ്രി ഓഫ് എർത്ത് ടേക്ക്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്താണ്? 60 മിനിറ്റ്സ്, ഓപ്ഷൻ ബി 50 മിനിറ്റ്സ്, ഓപ്ഷൻ സി 120 മിനിറ്റ്സ്, ഓപ്ഷൻ ഡി 30 മിനിറ്റ്സ്. എന്താണ് അതിൻ്റെ 15 ഡിഗ്രി തിരിയണമെങ്കിൽ എത്ര സമയം വേണം? അത്യാവശ്യമുള്ള സമയം എത്രയാണ്? 16 മിനിറ്റ്സ് ആണ്. ഓക്കെ, 15 ഡിഗ്രിക്കാണ് നോക്കേണ്ടത്. ഓക്കെ, 15 ഡിഗ്രിക്ക് തിരിയുമ്പോൾ എത്ര മിനിറ്റ്സ് ആണ് വേണ്ടത്? 60 മിനിറ്റ്സ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റ് ഇൻ ദിസ് ഇയർ. ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം. ഓക്കെ, ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ദ ഇയർ. ഓപ്ഷൻ എ 1991, ഓപ്ഷൻ സി 1995, ഓപ്ഷൻ സി 1997, ഓപ്ഷൻ ഡി 2000. എന്താണ്? ഓപ്ഷൻ ബി 1995 ആണ്. ഓക്കെ, WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇത് 1995 തന്നെയാണ് PWD ആക്ട് വന്നത്. എന്താണ് PWD ആക്ട്? പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. PWD ആക്ടിൻ്റെ വർഷം എപ്പോഴും ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? 1995 ഓക്കെ, സോ 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. അതേ സെയിം വർഷം തന്നെയായിരുന്നു. ആ ഒരു സെയിം വർഷമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു PWD ആക്ട് പറഞ്ഞത്. ഓക്കെ, PWD ആക്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, സൈക്കോളജിക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, സൈക്കോളജി പെഡഗോജിയുമായിട്ട് ആ ഒരു ഭാഗത്ത് വരുന്നൊരു ക്വസ്റ്റ്യനാണ് PWD ആക്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അക്ബർനാമ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിൻ്റെ പേരെന്താണ്? പേരെഴുതുക. ഓക്കെ, നെയിം ദ ഓഥർ ഓഫ് ദ ബുക്ക് അക്ബർനാമ. ഓപ്ഷൻ എ എന്താണ്? അൽ ബിർനി, ഓപ്ഷൻ ബി ഇബിൻ ബത്തൂത്ത, ഓപ്ഷൻ സി അബ്ദുൽ ഫസൽ, ഓപ്ഷൻ ഡി ബാബർ. എന്താണ്? ഓപ്ഷൻ സി ആണ്
അബുൽ ഫസലാണ് അതിൻ്റെ ആൻസർ. ബിക്കോസ് 9 ജെംസ് നവരത്നയിൽ വരുന്നതാണ് ഓപ്ഷൻ ബി സി ഡി. അൽ ബിർണി 9 ജെംസിൽ വരുന്നതല്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. അബ്ദുൾ ഫസൽ ആയിരുന്നു. അദ്ദേഹം ആ ഒരു 9 ജെംസിൽ നവരത്നയിൽ വരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. എന്താ പറയുക, അക്ബറിൻ്റെ കാലഘട്ടത്ത് പോയറ്റൊക്കെ എഴുതുന്നതും ഗ്രന്ഥങ്ങളൊക്കെ രചിക്കുന്നതും ആര് തന്നെയായിരുന്നു? അബ്ദുൾ ഫസലായിരുന്നു. ഓക്കെ, സോ അക്ബർനാമ എന്ന ബുക്ക് എഴുതിയത് ആര് തന്നെയായിരുന്നു? അബ്ദുൾ ഫസലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാസ്കോഡ് ഗാമ കാപ്പാട് എത്തിച്ചേർന്ന വർഷം. വാസ്കോഡ് ഗാമ അറൈവ്ഡ് അറ്റ് കാപ്പാട് ഇൻ ഓപ്ഷൻ എ എന്താണ്? 1500, ഓപ്ഷൻ ബി 1490, ഓപ്ഷൻ സി 1498, ഓപ്ഷൻ ഡി 1510. ഓപ്ഷൻ സി ആണ് ആൻസർ. എപ്പോഴാണ്? 1498 വാസ്കോഡ് ഗാമ കാപ്പാട് എത്തിച്ചേർന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കേരളത്തിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ദ ഹയസ്റ്റ് പീക്ക് ഇൻ കേരള എന്താണ്? ആനമുടിയാണ്. ഓക്കെ, ദ ഹയസ്റ്റ് പീക്ക് ഇൻ കേരള എന്താണ്? ആനമുടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏറ്റവും കനം കുറഞ്ഞ ഭൗമപാളി. ദ തിന്നസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത്. ഓപ്ഷൻ എ ദ മെറ്റൽ, ഓപ്ഷൻ സി ദ കോർ, ഓപ്ഷൻ സി ദ ക്രസ്റ്റ്, ഓപ്ഷൻ സി ലിതോസ്പിയം. എന്താണ് ഏറ്റവും കനം കുറഞ്ഞ? തിന്നസ്റ്റ് ലെയറാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തിന്നസ്റ്റ് ലെയർ എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? ഏറ്റവും മുകളിലത്തെ ഭാഗമാണ്. എന്താണ്? ദ ക്രസ്റ്റാണ്. ഓക്കെ, ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻഫോൾ ഇൻ കേരള ഈസ്. ആക്ച്വലി ഈ ക്വസ്റ്റ്യന് ക്യാൻസൽ ആയിരുന്നു. ബിക്കോസ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ കേരള ഈസ് എൻ്റെ ആൻസർ എന്താണ്? ദ ക്യുമുലേറ്റീവ് റെയിൻഫോൾ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷനിൽ ഇല്ലായിരുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യന് ക്യാൻസൽ ക്വസ്റ്റ്യൻ ആയിരുന്നു 2022. ഓക്കെ, ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻഫോൾ ഇൻ കേരള ഈസ് എന്ത് ആൻസർ എന്തായിരുന്നു? ദ ക്യുമുലേറ്റീവ് റെയിൻഫോൾ ആയിരുന്നു ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുഖവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തിനെ? ദ സ്ലോഗൻ ഡു ഓർ ഡൈ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ ഡി ബിപിൻ ചന്ദ്രപാൽ. ഡു ഓർ ഡൈ എന്ന സ്ലോഗൻ പറഞ്ഞത് ആര് തന്നെയാണ്? മഹാത്മാ ഗാന്ധിജിയായിരുന്നു. സോ ഓപ്ഷൻ ബി മഹാത്മാഗാന്ധിയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശം, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രസ്താവിക്കുക ആരുടേതാണ്? ഹൂ മേഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്? സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ പറഞ്ഞത് ആരായിരുന്നു? ഓപ്ഷൻ എ ആനി ബെസൻറ്റ്, ഓപ്ഷൻ സി ദാദാബായ് നെഹ്റുജി, ഓപ്ഷൻ സി ബാൽ ഗംഗാധർ തിലക്, ഓപ്ഷൻ സി ഫിറോസ് ഷാ മേത്ത. ആരായിരുന്നു? ബാലഗംഗാധർ തിലക്കായിരുന്നു. ഓക്കെ, സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞത് ബാലഗംഗാധർ തിലക്കായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. ദ വിജയനഗർ എംപയർ വാസ് ഫൗണ്ടഡ് ബൈ. ഓപ്ഷൻ എ എന്താണ്? ഹരിഹർ ആൻഡ് ബുക്ക, ഓപ്ഷൻ സി ബാർബർ ആൻഡ് അക്ബർ, ഓപ്ഷൻ സി ശിവാജി ആൻഡ് ബാലാജി വിശ്വനാഥ്, ഓപ്ഷൻ സി രാജാറാം, രാജാരാജ ആൻഡ് രാജേന്ദ്ര. ഓക്കെ, എന്തായിരുന്നു ആൻസർ? ഹരിഹര ആൻഡ് ബുക്ക ആണ് ആൻസർ. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂടെ നൽകിയിട്ടുള്ളവൽ ഹിമാലയൽ നിരവിൽ ഉയരം കൂടിയത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് റേഞ്ച് ഓഫ് ദ ഹിമാചൽസ് ഈസ് ഹയ്യർ? എന്തായിരുന്നു? ഹിമദരി ആണ് ആൻസർ. ഹിമദരി, ഹിമാചൽ അല്ല, ഹിമദരി ആണ് ഏറ്റവും കൂടുതൽ ഹിമാലയൽസിൽ ഏറ്റവും റേഞ്ചിൽ ഹയ്യർ എന്ന് പറയുന്നത് എന്താണ്? ഹിമദരി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ചൂടെ നൽകിയിട്ടുള്ളവയിൽ ഋതുക്കളിൽ കാരണമല്ലാത്തതെന്ത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോസ് ഫോർ റീസൺ? നമുക്കത് ഊഹിച്ചെടുക്കുക. റൊട്ടേഷൻ ആണല്ലോ, നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡിക്കേറ്റ് ദ എർത്ത് ആക്സിസ്, പാരലൈസം ഓഫ് ദ എർത്ത് ആക്സിസ്. ഇതെല്ലാം തന്നെ എന്താണ്? ഇറ്റ്സ് റിലേറ്റഡ് ടു ദ സീസണുമായിട്ട് ചേഞ്ചസ് ആയിട്ട് വരുന്നതാണ്. സോ റെവല്യൂഷൻ ഇറ്റ്സ് നോട്ട് റിലേറ്റഡ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? റെവല്യൂഷനാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഡോക്ടർ ഓഫ് ലാപ്സി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ആരാണ്? ലോർഡ് ഡെൽഹൌസി ആണ്. ദ ഡോക്ടർ ഓഫ് ലാപ്സി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് ഡെൽഹൌസി ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദ ഡോക്ടർ ഓഫ് ലാപ്സി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് ഡെൽഹൌസി ആണ്. ഓക്കെ, സോ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്തത്.
So thanks for watching my video. Please like, share and subscribe my channel. Thank you.